ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികളുടെ ഭാഗമായി റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരെ നിയമിച്ചു. ഭരണഘടനയുടെ 324 വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പിന്റെ സമയക്രമം ഉടനെ പ്രഖ്യാപിക്കും. 2022 ഓഗസ്റ്റ് 6 നടന്ന തെരഞ്ഞെടുപ്പിലാണ് 16ാമത് ഉപരാഷ്ട്രപതിയായി ധൻകർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാർഗരറ്റ് ആൽവെയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അതിനിടെ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറുടെ രാജിക്ക് പിന്നാലെ ഓഫീസ് ജീവനക്കാരെ മാതൃക ഓർഡറിലേക്ക് തിരിച്ചു വിളിച്ചതായി റിപ്പോർട്ട്. ഉപരാഷ്ട്രപതിക്കായി പുതുതായി നിർമ്മിച്ച ഓഫീസിന്റെ ഒരു ഭാഗം പൂട്ടിയതായാണ് വിവരം. ധൻകറിന്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി, പ്രത്യേക ചുമതല ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ 3 IAS ഉദ്യോഗസ്ഥരും ഓഫീസ് വിട്ടവരുടെ പട്ടികയിലുണ്ട്. വിരമിച്ച ശേഷം ധൻകറിന് പേഴ്സണൽ സ്റ്റാഫുകളുടെ 5-അംഗ സംഘത്തെയും നൽകും. നിലവിൽ ധൻകറിന് ഓഫീസ് വിടാൻ 1 മാസം കാലാവധിയാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് രാജി നൽകിയതിനു ശേഷമാണ് ധൻകർ തന്റെ ഓഫീസ് വിടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. ഭരണഘടന പ്രധാനമായ സ്ഥാനം വഹിക്കുന്നവർ സ്ഥാനമൊഴിയുമ്പോൾ ഓഫീസ് ഉദ്യോഗസ്ഥർ മാതൃക ഓർഡറിലേക്ക് പോകുന്നത് സാധാരണയാണെങ്കിലും വേഗതയിലുള്ള ഉദ്യോഗസ്ഥരുടെ പിൻവാങ്ങൽ ധൻകറും സർക്കാരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ വാർത്തകളെ ശക്തിപ്പെടുത്തുന്നതാണ്. ജൂലൈ 21-നാണ് ജഗദീപ് ധൻകർ രാജിവെച്ചത്. അപ്രതീക്ഷിതമായായിരുന്നു രാജിപ്രഖ്യാപനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം ഞാൻ രാജിവെക്കുന്നു. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ആരോഗ്യം അനുവദിക്കാത്തതിനാൽ മാറി നിൽക്കുന്നു എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച രാജിക്കത്തിൽ ധൻകർ പറഞ്ഞത്.